അതെന്ന് വെച്ചാൽ ഇവള് വെച്ചാൽ ഞങ്ങൾക്ക് പിള്ളേരുണ്ടാവില്ല എന്ന് വിധി എഴുതിയതാ. 20 വർഷം കഴിഞ്ഞിട്ട് ഇവളെ കിട്ടിയതാ. നമ്മൾ മറ്റുള്ളവരുടെ ഒരു അഭിപ്രായം കേൾക്കാൻ നിന്നിട്ടില്ല. ഇവളുടെ എന്താ അഭിപ്രായം, എന്താ ആഗ്രഹം, അതനുസരിച്ച് മുമ്പോട്ട് പോയിക്കോ എന്നേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാ ദിവസവും വിളിച്ചു ചോദിക്കും ഇന്ന പോർഷൻ പഠിച്ചു കഴിഞ്ഞാൽ എവിടെ വരെയായി, എക്സാമിന്റെ മാർക്ക് എത്രയാ, എല്ലാം ആന്റി കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്ത് ചോദിച്ചോണ്ടിരുന്നു. 1 മുതൽ 7 വരെ ഇവിടെ പഠിച്ചത്. അന്ന് സ്കൂൾ ബസ്സൊന്നുമില്ല. ഇവിടുന്ന് അമ്പായത്തോട് നടക്കണം രാവിലെയും വൈകിട്ടും. അഭിമാനം തോന്നുന്നു. ഈ മകളൊരു IAS ആകണമെന്നുള്ള സ്വപ്നം അതേ പിന്നെ +2 പഠനം കഴിഞ്ഞപ്പം അപ്പം ഞാൻ ചോദിച്ചു, ഞാനും അമ്മയാണ് ചോദിച്ചത്, എന്നാ നിൻ്റെ ഉദ്ദേശം എന്നാ, പിന്നെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെല്ലാം വളരെ മോശമല്ലേ, ഏത് രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്, കോളേജ് തുടർന്നുള്ള പഠിത്തം, അപ്പം പിന്നെ നേഴ്സിങ്ങിന് പോവുകയാണെങ്കിൽ വേഗം പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോയാൽ പിന്നെ അതെന്താ നിൻ്റെ ഉദ്ദേശം. എന്നാൽ ഇവളെ എന്നോട് ചോദിച്ചു പപ്പയുടെ അഭിപ്രായം എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പിന്നെ പണമല്ല പ്രധാനം, പവറാണ് വേണ്ടതെന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെയും അഭിപ്രായം തന്നെയാന്ന് അവൾ പറഞ്ഞു. അങ്ങനെ പിന്നെ അപ്പോൾ ഇവള് +2 കഴിഞ്ഞു, എൻട്രൻസിന് പോയി, എൻട്രൻസ് പാസ്സായി, പിന്നെ NIT അഡ്മിഷൻ കിട്ടി. അപ്പോൾ NIT പഠിച്ച് പിന്നെ പഠനം പൂർത്തിയാകുമ്പോൾ തന്നെ ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ ജോലിയും കിട്ടി. എല്ലാൻ്റിലല്ലേ. അപ്പോൾ എല്ലാൻ്റിയിൽ ജോലി ചെയ്തുകൊണ്ട് പിന്നെ പഠിച്ച് ആദ്യം പ്രിലിമിനറി കഴിഞ്ഞു, മെയിനിന് പോയി അല്ലേ, മെയിൻസിന് പോയി. 2ാമത്തെ പ്രാവശ്യം ഒന്നും കിട്ടിയില്ല. 3ാമത്തെ പ്രാവശ്യം പിന്നെ ഡൽഹിയിൽ ഇൻ്റർവ്യൂ വരെ എത്തി. ഞങ്ങൾ പോയായിരുന്നു ഇൻ്റർവ്യൂവിന്. ഇൻ്റർവ്യൂ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പം 1 മാർക്കിന് ഒറ്റ പോയി, ഔട്ടായി. പിന്നെ ഒരു കൊല്ലം ഒന്നും ചെയ്യാതിരുന്നു. അപ്പോൾ അതിനോടിടയ്ക്ക് എല്ലാൻ്റെയിലെ ജോലി രാജിവെച്ചു ഇത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആശങ്കയുണ്ടായിരുന്നു ഈ ചോദിച്ചു, നമ്മളോട് ചോദിച്ചു. മകളാണല്ലോ, നമ്മൾ കുടുംബത്തിൻ്റെ ഇൻകം അവളിൽ നിന്നാണ്. അതെങ്ങനെയെങ്കിലും നമ്മളോട് ചോദിച്ചാൽ പറഞ്ഞു, നിനക്ക് ഏതായാലും ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങിയില്ലേ, ജോലി പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, നീ രാജിവെക്കുന്ന കാര്യം ചോദിച്ചപ്പോൾ നമുക്ക് യാതൊരു എതിർപ്പും ഇല്ലെന്ന് പറഞ്ഞു രാജിവെക്കുന്നതിൽ. അങ്ങനെ രാജിവെച്ച് വന്നു, പിന്നെ വീണ്ടും എഴുതി. അങ്ങനെ ലാസ്റ്റ് 4ാമത്തെ പ്രാവശ്യം എഴുതി കിട്ടി. അപ്പോൾ ഈ മലയോര മേഖലയിൽ നിന്നേ നമ്മുടെ ഇപ്പം നാട്ടിൽ നിന്ന് കുട്ടികളിപ്പം പ്രത്യേകിച്ച് പെൺകുട്ടികൾ +2 പഠനം കഴിഞ്ഞാൽ ഉടനെ ജസ്റ്റ് എന്താ പറയുക നേഴ്സിംഗ് വിടുക, നേഴ്സിംഗ് വിട്ട് പഠനം പൂർത്തിയായാൽ പുറത്ത് വിടുക എന്നുള്ള ഒരു ചിന്ത കാഴ്ചപ്പാടിലാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മകളെ IAS ആക്കാൻ വേണ്ടിയിട്ട് ഒരു തുനിഞ്ഞിറങ്ങിയ ഒരു ധൈര്യം, അങ്ങനെ ഒരു ധൈര്യത്തിൻ്റെ ഒരു ബാക്കപ്പ് എന്താ? അവളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അതിന് മുന്നോട്ട് നീക്കിക്കോളാൻ നമ്മൾ പറഞ്ഞു. നിൻ്റെ ആഗ്രഹം എന്താണോ അതിന് നമ്മൾ തടസ്സം നീക്കിയാലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവളുടെ ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹം ISRO ആയിരുന്നു. ISRO പോകണം പറഞ്ഞാൽ IIT ഇൻ്റർവ്യൂ അവിടെ പിന്നെ ഇത് കിട്ടിയ എന്നായിരുന്നു IIT ബാംഗ്ലൂർ പോയതോ അവിടെ ചെന്നിട്ട് അപ്പം വെയിറ്റിംഗ് ലിസ്റ്റിൽ വന്നു. അത് പിന്നെ നോക്കിയിരുന്നില്ല, NIT കൊടുത്ത NIT കിട്ടി. ചെറുപ്പം പഠിക്കാനൊക്കെ പിടിക്കായിരുന്നു. 1 മുതൽ പിന്നെ അങ്കമാടി തൊട്ട് ഒരിടത്തൊന്നും പുറകോട്ട് പോയിട്ടില്ല. സ്കൂൾ 7ാം ക്ലാസ് വരെ സ്കൂളിലെ ഫസ്റ്റായിരുന്നു. നമ്മുടെ ഒരു മലയോര പശ്ചാത്തലമൊക്കെ വെച്ചിട്ടേ ഇപ്പോൾ ആളുകൾ പറയല്ലേ, എന്തിനാ ഈ പിള്ളേരെ ഈ ഇങ്ങനെ കോഴ്സിന് വിടുന്നത്, നേഴ്സിംഗ് വിട്ടായിരുന്നെങ്കിൽ കുറച്ച് പെട്ടെന്ന് ജോലി കിട്ടിയാനെ, കുടുംബം ഒരു ഭദ്രമാകില്ല, അങ്ങനെ പറഞ്ഞ ആളുകളുണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ആളുകൾ പറഞ്ഞായിരുന്നു അങ്ങനെയൊക്കെ. ഒരു നമ്മൾ മറ്റുള്ളവരുടെ ഒരു അഭിപ്രായം കേൾക്കാൻ നിന്നിട്ടില്ല. ഇവളുടെ എന്താ അഭിപ്രായം, എന്താ ആഗ്രഹം, അതനുസരിച്ച് മുമ്പോട്ട് പോയിക്കോ എന്നേ പറഞ്ഞിട്ടുള്ളൂ. മോളുടെ നേട്ടത്തിൽ അമ്മച്ചിക്ക് എന്താ തോന്നുന്നത്? എനിക്ക് സന്തോഷമുണ്ട്. ആദ്യം തന്നെ ദൈവത്തോട് പറഞ്ഞു, എവിടെയെല്ലാം എന്തെല്ലാം ഏതെല്ലാം ദൈവത്തിന് വിളിച്ചിട്ടുണ്ട്, എത്ര പേരുടെ പ്രാർത്ഥനയുണ്ട്. അവളുടെ ആഗ്രഹം പോലെ, ഞങ്ങളുടെ ആഗ്രഹം പോലെ അവളുടെ ആഗ്രഹം നടന്നില്ല. അവർക്ക് കുറച്ചും കൂടി അല്ല, റാങ്ക് ലിസ്റ്റിൽ വന്നില്ല എന്നുള്ളൊരു കിട്ടിയില്ല. അതിന്റെ ഒരു വിഷമം അവക്കുണ്ട്. ഞങ്ങൾക്ക് സിവിൽ സർവീസ് പാസ്സാകണമെന്നുള്ള ആഗ്രഹമായിരുന്നു. അതെന്ന് വെച്ചാൽ ഇവളെ വെച്ചാൽ ഞങ്ങൾക്ക് പിള്ളേരുണ്ടാവില്ല എന്ന് വിധി എഴുതിയതാ. 20 വർഷം കഴിഞ്ഞിട്ട് ഇവളെ കിട്ടിയതാ. അന്നേരം പിന്നെ അവളുടെ ഇഷ്ടത്തിന്
വിട്ടു. പഠിക്കേണ്ട എന്തായാലും അപ്പനും പറഞ്ഞു പഠിക്കാൻ പറ്റുന്നിടത്താണ് പഠിച്ചോളെ. എനിക്ക് ഈ പറയുന്ന പോലെ ഇപ്പം പഠിത്തം കഴിഞ്ഞ് നേഴ്സിങ്ങിന് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പുറത്തൊക്കെ പോയാൽ ജോലി കിട്ടും, പൈസയാകാം, ഒരു ജീവിതം തുടങ്ങാം എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. അന്നേരം ഇവളുടെ കൂട്ടുകാരൊക്കെ പറഞ്ഞു, നീ ഇതേ കൂട്ടുകാരി അവള് ഷാനി, അവള് പറഞ്ഞ് പിന്നെ നീ നിന്റെ അമ്മയോട് പോകാൻ പറ, നേഴ്സിങ്ങിന് പോകുന്നു, വേറെ ഒന്നും കണ്ടില്ലേ നിന്റെ അമ്മ എന്ന് ഇവള് പറഞ്ഞു എന്നോട്. അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയും എനിക്ക് അതാ ഇഷ്ടമെങ്കിൽ നിന്ന് പഠിച്ചു. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പിന്നെ ആൻറ്റിമാര് സഹായിക്കുമായിരുന്നു. പഠിത്തത്തിന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അവര് ആൻറ്റി പിന്നെ വിദ്യാഭ്യാസ ലോൺ ഉണ്ടായിരുന്നു ഇവിടെ എന്നേക്ക് പഠിക്കാൻ വേണ്ടിട്ട്. ആ ലോണെല്ലാം പഠിത്തം കഴിഞ്ഞ് അടച്ചു തീർത്ത അവരാ. ഇപ്പൊ ഈ പ്രാവശ്യം നീ രണ്ടാമതിപ്പോ അവളുടെ ഹസ്ബൻഡും ഒക്കെ പറഞ്ഞു, നീ പഠിക്കുന്നുണ്ടെങ്കിൽ നീ പഠിച്ചോ, ലോൺ അടയ്ക്കുന്ന കാര്യത്തിൽ നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവരാണ് ഇപ്പോഴത്തെ ഇതിന് മുൻകൈ എടുത്തേക്കുന്നത്. എന്നുവെച്ചാൽ ലോൺ അടയ്ക്കാണ്ട് പറ്റൂലല്ലോ, നമുക്ക് കൂടുമല്ലോ. അപ്പൊ അവര് പറഞ്ഞു നീ പഠിക്കണമെന്നുണ്ടെങ്കിൽ പഠിച്ചോ. അങ്ങനെ ആങ്കിളും അവരാ കൂടുതൽ ഇതിനു വേണ്ടിയിട്ട് അവരോട് ഏറ്റവും ഞാൻ നന്ദി പറയുന്നത്. നടുക്കത്തെ പെങ്ങൾ, ഒരു ഇളയ പെങ്ങൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് അന്ന് അങ്ങനെ ചെയ്തുകൊണ്ട് ലോൺ അടയ്ക്കേണ്ട ബുദ്ധിമുട്ടില്ല. എല്ലാ ദിവസവും വിളിച്ചു ചോദിക്കും, ഇന്ന പോർഷൻ പഠിച്ചു കഴിഞ്ഞാൽ എവിടെ വരെയായി, എക്സാമിന്റെ മാർക്ക് എത്രയാ, എല്ലാം ആന്റി കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്ത് ചോദിച്ചോണ്ടിരുന്നു. അവരാണ് കൂടുതൽ. പിന്നെ ഇപ്പം ഇളയ ഒരു വന്നിട്ടുണ്ട് അനീറ്റി. ഇളയ പെങ്ങള് നമ്മളെ കേരളത്ത് മറ്റേ MC-യുടെ കടയില്ലേ, മറ്റേ സിവിച്ചെന്ന് പറഞ്ഞു. പിന്നെ ചേട്ടന്റെ മകളെ അവരൊക്കെ കൂടിയാണ് ഈ ഇത്രയും പഠിക്കാനൊക്കെ കൂടി ഈ കുഞ്ഞാൻ്റെയാണ് ഒന്നാമതെന്ന് പറഞ്ഞ പോലെ മുൻകൈ എടുത്തത്. എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് ഈ ആന്റിമാരാ. ആന്റിമാര് ഞാൻ വിളിക്കാം, എന്റെ കസിൻസ് ആണ് രണ്ടുപേരും. പഠിച്ചോണ്ട് പിന്നെ അല്ല ജോലി ചെയ്തോണ്ട് പഠിത്തം പൂർത്തിയാകുകയല്ലായിരുന്നു. അങ്ങനെ ജോലി രാജിവെക്കേണ്ടി. അതെല്ലാം അന്ന് ഒരു മാർക്കിന് പോയത്. പിന്നെ ജോലി രാജിവെക്കുന്ന ഒരു സമയത്ത് ഘട്ടത്തിലേ നമുക്ക് കാരണവന്മാരെന്ന നിലയിൽ നിൽക്കുന്ന ഒരു ആശങ്ക തോന്നിയിരുന്നു. ഒരു നല്ലൊരു ജോലിയായിരുന്നല്ലോ, അപ്പൊ അത് രാജിവെച്ചിട്ട് പഠിക്കുക. അപ്പം ഇത് എക്സാം എഴുതി പ്രാവശ്യം കിട്ടിയില്ല, അപ്പം സാധ്യതയാണ് കിട്ടും എന്നുള്ളൊരു സ്വപ്നമാണ് മാത്രമാണല്ലോ. അപ്പൊ അന്നൊരു സമയത്ത് എന്തെങ്കിലും ഒരു ആശങ്ക തോന്നിയിരുന്നില്ല? പട്ടിണി കിടന്നാലും ശരി എന്റെ ആഗ്രഹം പോലെ നടന്നോട്ടെ. പട്ടിണി കിടക്കൂലെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും നമുക്ക്, ഞാൻ തൊഴിലുറപ്പിന് പോകുന്നുണ്ട്, പിന്നെ ഇവരൊക്കെ സഹായിക്കുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ പോകും. പിന്നെ അത്യാവശ്യം പെൻഷന്റെ പൈസ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. തൊഴിലുറപ്പിന് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നേ. എനിക്ക് സുഖമില്ലാഴികം വന്ന് 4 വർഷമായി. ഞാൻ പേരാവൂരിൽ നിന്നായിരുന്നു ടെമ്പർ ലോഡിങ്ങിന്റെ പണിയായിരുന്നു. പിന്നെ അത് ഇടയ്ക്ക് പിന്നെ ഈ കോഴിവളത്തിന്റെ പണി അത് ഇതൊക്കെ ഇങ്ങനെ സൈഡ് ബിസിനസ് ആയിട്ടൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ പേരാവൂരത്തെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു പൊളിച്ചുള്ള ജീവിതം. അപ്പൊ അന്ന് പിള്ളേരില്ലാത്ത സമയവും പിന്നെ മേലും കീഴും നോട്ടമില്ലല്ലോ. അങ്ങനെ ഒന്നും പിന്നെ ബാക്കിയില്ല. കടത്തിലുമായി. അങ്ങനെ ടൗണിൽ നിന്ന് വിറ്റിട്ട് എങ്ങോട്ടേലും കുറച്ച് ഉൾപ്രദേശത്തേക്ക് മാറണം. വിറ്റ് പിന്നെ മറ്റുള്ളവർക്കും ഒരു ബാധ്യത. എന്നാൽ പിന്നെ ഇനി ഇവിടെ നിൽക്കണ്ട, എവിടെയെങ്കിലും കുറച്ച് ദൂരെ എവിടെയെങ്കിലും ഉള്ളോട്ട് പോകാനുള്ളത് പോവുക, വിൽക്കരുതെന്നുള്ളത്. പക്ഷെ ഇനി ഏതായാലും ആ ആഗ്രഹം സാധിച്ചു. ഒരു മനുഷ്യനും വാങ്ങുന്ന ഇത് പോണെങ്കിൽ ഉപേക്ഷിച്ച് പോകണോ? അതിന് കുഴപ്പമില്ല, മോളോടെ ഡൽഹിയിലോ മറ്റു സ്ഥലങ്ങളിലൊക്കെ താമസിക്കാം. എനിക്കിവിടെ ഇഷ്ടം. നമുക്ക് നാട്ടിലോട്ട് സാധ്യതയുണ്ടോ? മീൻസ് കേരളത്തിൽ ഡെപ്യൂട്ടേഷൻ കിട്ടാൻ സാധ്യത അങ്ങനെയൊക്കെ ഉണ്ടാവോ? ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് പല സ്ഥലങ്ങളിലും, മെട്രോ സിറ്റീസിലെല്ലാം തന്നെ ഉണ്ട്. ഇത് സർവീസ് ഏതാന്ന് അറിയില്ല, അപ്പൊ ഇപ്പൊ അതിനെ കുറിച്ച് പറയാൻ പറ്റത്തില്ല. അങ്ങനെ എല്ലാവരുടെയും പിന്തുണയും പ്രാർത്ഥനയും ഒക്കെയാണ് ഈ നിലയിലെത്തിയത് അല്ലേ? അതെ, നമുക്ക് ഇത്രയും നമ്മുടെ ആഗ്രഹം ഇതായിരുന്നു. പിന്നെ ഇപ്പൊ പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന എങ്ങനെയെങ്കിലും ഒരു ഇത് എന്താ പറയണ്ട, ഒരു കുടുംബ ജീവിതം കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം എനിക്കിപ്പോ 65 വയസ്സായി. ഇപ്പൊ എന്റെ കരിയർ ഒക്കെ ഒന്ന് അതറിയില്ല. എന്റെ കരിയർ ഇപ്പൊ ഞാൻ സർവീസ് കയറിയാലോ, ഇനിഷ്യൽ ഒരു 2-3 ഇയേഴ്സ് വരെ നമ്മൾ കരിയർ ബിൽഡ് ചെയ്യേണ്ട സമയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലാണ് ഫോക്കസ്.
ആ അന്നേരം അവള് പിന്നെ അവളുടെ ഒരു ഇഷ്ടം നല്ലൊരു നിറണ്ട് ചെറുക്കന് കിട്ടുന്നുണ്ട്. അതെ അതൊക്കെ കിട്ടും. ആ അതല്ല ഇതുവരെ കിട്ടാ 2-3 വർഷം കൂടെ അങ്ങനെ അവള് പറയുന്നേ 30 വയസ്സൊക്കെ. അത്രയും പോകണ്ട. പിന്നെ ഇപ്പൊ എല്ലാം ദൈവം വിചാരിക്കുന്ന പോലെ നടക്കുകയുള്ളൂ. എന്തൊക്കെ നമ്മൾ നോക്കിയാലും ദൈവം വിചാരിക്കണം. അപ്പൊ ദൈവത്തിനോട് ഏറ്റവും കൂടുതൽ നന്ദി പറയണ്ട. ഇത്രയും ഈ മക്കളുണ്ടാവില്ല ഇനി ഒരിക്കലും എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഒരെണ്ണത്തിന് ഒരു മോളെ തന്നു. അതിപ്പോ ഇത്രയൊക്കെ ആക്കി തന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ 1 മുതൽ 7 വരെ ഇവിടെ പഠിച്ചത്. അന്ന് സ്കൂൾ ബസ്സൊന്നുമില്ല. ഇവിടുന്ന് അമ്പായത്തോട് നടക്കണം രാവിലെയും വൈകിട്ടും. അന്ന് ഇവിടെ മാത്രമല്ല ഇവിടെ പഠിച്ച പിള്ളേരൊക്കെ അന്ന് അങ്ങനെയാ. ഇന്നത്തേന്ന് പറഞ്ഞാൽ ഇന്ന് വീടിന് വെച്ചത് പക്ഷേ ഇപ്പോഴുള്ളവർ പറയുന്നത് അമ്പായത്തോട്ടിൽ പഠിച്ചാൽ ഒന്നും ആവില്ലെന്ന് പറയുന്നത്. അത് ഇപ്പൊ ഉള്ള ആൾക്കാർ. ഇപ്പൊ ഉള്ളവര് മീഡിയത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ എവിടെ എത്തുകയല്ല. ഒരു ഇതുണ്ടാവില്ല എന്നുള്ളത് അവര് പറയുന്നത്. നമ്മളെ മോളെ സംബന്ധിച്ചിടത്തോളം മലയാളം മീഡിയത്തിൽ പഠിച്ച് ഒരു ട്യൂഷൻ വരെ ഇല്ലാണ്ട ഇവിടം വരെ എത്തിയത്. അതൊക്കെ വെറുതെ പറയുന്നതാണ്. അങ്ങനെ ഈ നമ്മുടെ മുന്നിലുള്ള മഹാന്മാരൊക്കെ അവരെല്ലാം വലിയ ഇംഗ്ലീഷ് മീഡിയത്തിലോ. പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാർ അങ്ങനെ ഇപ്പം വന്നതല്ലേ. അവരെ അങ്ങനെ ചിന്തിക്കുന്നത് ഇംഗ്ലീഷ് എഴുതി പഠിക്കണം, പിള്ളേര് നടക്കാൻ പാടില്ല. സാഹചര്യം ഉണ്ടായിട്ടല്ലേ കാലഘട്ടത്തിൽ ആളുകൾ പഠിച്ച് ഞാൻ ഇവള് +2 മണത്തിനെ പഠിക്കുന്ന സമയത്ത് ഇവള് പിന്നെ സന്ധ്യയാവും, ഞാൻ ആ താഴെ വരെ പോയി നിൽക്കണം. ഇവളെ താമസിച്ച് ഇരുട്ടത്തൊക്കെയല്ലേ വരുന്നേ. NSS-ലുണ്ടായിരുന്നു. അപ്പം വൈകുന്നേരം അവിടുത്തെ activities ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും 7 മണിയെങ്കിലും ആവും. അന്നേരം ഞാൻ തന്നെ വരണ്ടേ, ഞാൻ അന്നേരം താഴെ വരെ പോയി നിൽക്കും. അന്നേരം പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാൻ +2 എത്തിയപ്പം താഴത്തെ വീട്ടില് കൊച്ചുണ്ടായിരുന്നു. +1 ഞാൻ തന്നെയായിരുന്നു. ഇവിടുന്ന് വേറെ ആരും ഇല്ല അങ്ങോട്ടേക്ക്. ഇനി അമ്പലത്തോട്ടിലേക്ക് ബസ്സും കുറവല്ലേ. അപ്പൊ വരുമ്പോ ഒരു നേരം ആവും. എല്ലാ ദിവസവും സ്കൂൾ വിട്ട് വരുന്ന ബസ് ഇവിടെ കേറ്റാണ്ടോ ഇങ്ങനെ നേരത്തെ വിട്ടു പോകും. എന്തോ ചെയ്തല്ലേ, നിർത്താതെ പോയി. പിറ്റേ ദിവസം അവരോട് വഴക്കൂടും. അവരെ ഞെട്ടിച്ച്. അങ്ങനെയൊക്കെയാണ് പഠന കാലഘട്ടം കഴിഞ്ഞത്. ഈ കോട്ടയത്ത് പോയി പഠിക്കാനുള്ള കാരണം എന്താ? അതിരമ്പുഴ പഠിക്കാനുള്ള കാരണം എന്താ? കോട്ടയത്ത് അമ്മ ഒരു വീട്ടില് ജോലിക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പുറത്ത് ഏരിയയിലായിരുന്നു, തേയിലത്തോട്ടത്തിൽ സെക്യൂരിറ്റി ആയിട്ട്. അപ്പൊ എനിക്ക് നിൽക്കാനായിട്ട് അവിടുത്തെ വീട്ടില് അവര് തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്. അമ്മ ജോലിക്ക് നിൽക്കുന്ന വീട്ടില് ഞാൻ അവിടെ പോയി പഠിക്കുകയായിരുന്നു.